ഫസ്റ്റ് കണ്ട ആ ഒരു വീഡിയോയിൽ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് ടേബിൾ ആദ്യം ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ടേബിളിൻ്റെ മുകളിലുള്ള എല്ലാ സാധനവും ഒന്ന് എടുത്തു വെച്ചിട്ട് വൈറ്റ് ടേബിളെല്ലാം ആദ്യം ആക്കിയത് വേറൊരു കളറായിരുന്നു ചെയ്തത്. ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് റിമൂവ് ആക്കിയിട്ട് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിന് വൈറ്റ് കളർ പെയിൻറ്റും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് റിമൂവ് ആക്കിയിട്ട്. എനിക്ക് വൈറ്റ് ടീമിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് കളർ ചേഞ്ച് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റിക്കേഴ്സ് എല്ലാം ഒന്ന് റിമൂവ് ആക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് വെയിറ്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കുക. 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വലിയ ഫിനിഷിംഗ് ഒന്നും കിട്ടിയില്ല, എന്നാലും ഒപ്പിക്കുക. ഡ്രൈ ആയതിനു ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ബാസ്ക്കറ്റാണ് മെയിനായിട്ട് ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെക്കൽ. അതിലാണ് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം വെക്കൽ. പിന്നെ ഈ ഒരു റെഡ് കളർ ഷീറ്റായിരുന്നു ആദ്യം ടേബിളിൻ്റെ മുകളിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് പിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം വെക്കുമ്പം ടേബിൾ അത്ര ബോറായിട്ട് തോന്നിയിട്ടില്ല. ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ് വെക്കുമ്പോൾ എടുത്ത് കാണിച്ചിട്ട് നല്ല ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എനിക്ക് ഫുള്ളായിട്ടൊന്ന് കണ്ണ് ചോപ്പടിച്ച പോലെ ഉണ്ട്. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തീരെ പിടിക്കുന്നില്ല. അത് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആക്കിയിട്ട് ഞാൻ വൈറ്റ് കളർ ചാർട്ടൊന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ വെച്ച ആ ഒരു സ്ഥലത്തല്ല ടേബിൾ വെച്ചിട്ടുള്ളത്. വിൻഡോ വരുന്ന ഒരു സൈഡിലാണ് ടേബിൾ വെച്ചിട്ടുള്ളത്. അപ്പം മെയിനായിട്ട് വിൻഡോ വരുന്നതുകൊണ്ട് അവിടെ ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട് പേപ്പർ വെച്ചിട്ട്. ഒരു പേപ്പർ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റാർ ഉണ്ടാക്കുന്ന ട്രെൻഡിങ് ആയിട്ടുണ്ട്, 3D സ്റ്റാർ എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് വേറെ ഒരു മെത്തേഡിലാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇങ്ങനെ ഫോൾഡിങ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ഫുള്ളായിട്ട് ഫോൾഡിങ് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഫോൾഡിങ് ചെയ്യുക. അങ്ങനെ 5 പീസാക്കിയിട്ട് ഞാൻ ഫോൾഡിങ് ചെയ്തിട്ട് സ്റ്റിക്കാക്കി കൊടുക്കുക ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. കുറേ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ സ്നോ ഫ്ലെക്സും വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് എടുക്കുന്നുണ്ട്. ടാബിൻ്റെ ആയിട്ടും ബോക്സ് ആണ്. അത് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റിങ് മുന്നേ ചെയ്തൊരു റിങ്ങാണ്. പിന്നെ ഈ ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഗിഫ്റ്റ് പോലെ ഈ ഒരു സംഭവങ്ങളെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് വെറും ക്രിസ്മസ് ക്രാഫ്റ്റ് മാത്രമല്ല, വിൻ്ററിലും അങ്ങനെയൊക്കെയുള്ള ഒരു ക്രാഫ്റ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ലൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. വിൻ്ററും അതൊക്കെ മിക്സ് ആക്കിയുള്ളൊരു ടേബിൾ മേക്ക് ഓവറാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ആ ഒരു സ്റ്റാൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഈ ഒരു ട്രീയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പെൻസിൽ ഹോൾഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ളതാണ് ഷോർട്സിൽ. പിന്നെ അടുത്തത് ചെയ്യുന്നത് ഈ ഒരു ട്രീ ചെയ്യുന്നൊരു മെത്തേഡിലാണ്. ഫസ്റ്റ് നേരത്തെ എടുത്ത അതേ പേപ്പർ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പം ഓരോ പേപ്പർ എടുക്കുമ്പം ഓരോ പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു കട്ടിങ്ങാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കോൺ ഷേപ്പാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ഓരോ പേപ്പറും ഓരോ സൈസിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ 2 ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ബൗളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഗ്ലൂ ഗണ്ണാക്കിയിട്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു മേക്ക് ഓവർ കഴിയാനാവുമ്പോൾ നല്ല മഴയായിരുന്നു ഇവിടെ. നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ കാണാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു വാൾ സ്റ്റിക്കേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. ബ്രൗൺ പേപ്പർ കട്ട് ചെയ്യുക, സർക്കിൾ ഷേപ്പ് ആക്കിയിട്ട് ഈ ഒരു പേപ്പർ തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഹാഫ് ഭാഗമാക്കിയിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് സ്റ്റിക്കാക്കി കൊടുക്കുക ചെയ്യുന്നത്, ഓരോ ഷേപ്പാക്കിയിട്ട്. ഇതേപോലെ ഒന്ന് സ്റ്റിക്കാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വൈറ്റ് കളർ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സ് വേണ്ടി എഴുതി കൊടുത്താൽ മതി. ഞാൻ ഇവിടെ വൈറ്റ് കളർ ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്.
എല്ലാം സ്റ്റിക്കാക്കിയതിന് ശേഷം ടേബിൾ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ടേബിളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. പിന്നെ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഉള്ളത്. ലാസ്റ്റ് ഞാൻ LED മറ്റേ ലൈറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ പുറത്തുള്ള വ്യൂ. എനിക്ക് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു മേക്ക് ഓവർ ചെയ്തത്. ലാസ്റ്റ് ഫൈനൽ അടിപൊളിയായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.